നീക്കത്തോട് ഇന്ത്യ ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല. കേട്ടോ, ഇന്ത്യ ഇറാന്റെ പക്ഷത്താണോ അതോ ഇസ്രായേലിന്റെ പക്ഷത്താണോ അതോ നിഷ്പക്ഷമായ ഒരു സമീപനമാണോ ഇന്ത്യയുടേത്? നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖമനേയി എന്ന് പറഞ്ഞാൽ ഒസാമ ബിൻ ലാഡനെ പോലെ ഒരു ഭീകരവാദി ഒന്നുമല്ല, ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണ്. ആ രാഷ്ട്രത്തിന്റെ നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ച് ഒരു അക്ഷരം പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഇതുവരെ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഏറെക്കാലമായി ഇന്ത്യയുടെ സഖ്യകക്ഷിയാണ്, സൗഹൃദ രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഏകപക്ഷീയമായി ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് പ്രതികരിക്കാനും ഇന്ത്യ തയ്യാറായിട്ടില്ല. ഈ വിഷയമാണ് ഇപ്പോൾ രാജ്യം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയുന്നത് പോലെ അതിശക്തമായ പ്രതികരണമാണ് കേട്ടോ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള സോണിയാഗാന്ധി തന്നെയാണ് ആ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്നൊരു ദേശീയ ദിനപത്രത്തിൽ അവർ വളരെ വിശദമായി തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യ ഇപ്പോൾ പാലിക്കുന്ന നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദതയെ ന്യൂട്രലായിട്ട് നിഷ്പക്ഷമായിട്ട് കാണാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് അത് കുറ്റകരമായ ഒരു നിശബ്ദതയാണ്, ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാണ്. ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഖമനേയി കൊല്ലപ്പെട്ടത്? സന്ധി സംഭാഷണത്തിന്റെ മധ്യേ വെച്ചിട്ടാണ് ഒരു രാഷ്ട്ര നേതാവ് കൊല ചെയ്യപ്പെടുന്നത്. അതിനോട് നിശബ്ദത പാലിക്കുന്ന ഇന്ത്യയുടെ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്നു മാത്രവുമല്ല, UAE ഇറാൻ ആക്രമിച്ചു. അതിനെ ശക്തമായി തന്നെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യ അതിനെ അപലപിക്കാൻ കാരണം എന്ന് പറയുന്നത് 1 കോടിയോളം പേരാണ് UAE ഇന്ത്യക്കാരായിട്ടുള്ളത്. അതുകൊണ്ടാണ് തങ്ങൾ അതിനോട് പ്രതികരിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ സംഭവങ്ങൾ എവിടുന്നാണ് ആരംഭിക്കുന്നത്? അത് ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇറാൻ UAE ആക്രമിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും വിലയിരുത്താതെയാണ് ഇപ്പോൾ ഇന്ത്യ UAE ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത് എന്നുകൂടി സോണിയാഗാന്ധി പറയുന്നു. ഇതെല്ലാം തന്നെ ലോകത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ ലേഖനത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പിന്നാലെ CPIM വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ അവർ ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, അംഗക്കലിപൂണ്ട ഒരു കാളക്കൂറ്റനെ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലോകത്തെ പരമാധികാര രാഷ്ട്രങ്ങളിലേക്കെല്ലാം കടന്നു കയറാനാണ് ശ്രമിക്കുന്നത് എന്ന് CPM കുറ്റപ്പെടുത്തുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി തന്നെ ഇന്ത്യ ഈ പറയുന്ന ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കത്തെ, യുദ്ധത്തെ തള്ളിപ്പറയണം എന്നാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നാണ്. നമ്മൾ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയാണോ എന്ന ചോദ്യം വരെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ മാസം 25, 26 തീയതികളിൽ, അതായത് കേവലം 6 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത്. ഇസ്രായേൽ സന്ദർശിക്കുക മാത്രമല്ല, ആ രാജ്യത്തെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുകയും ചെയ്തു. നോക്കൂ, അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ട് ഡൽഹിയിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേൽ ഈ പറയുന്ന ഇറാനെതിരായിട്ട് ആക്രമണം നടത്തിയത്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം അനവസരത്തിൽ സംഭവിച്ച ഒന്നാണോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ നിലപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ എടുക്കുന്ന ഒരു ഡിസിഷന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നിശ്ചയമായും അതിനായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടാകും, എല്ലാ സൈനിക വിന്യാസങ്ങളും നടത്തുന്നുണ്ടാകും. അതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഇറാനെതിരായിട്ട് ഇസ്രായേൽ ഒരു ആക്രമണം ആരംഭിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ലോകത്തിനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആകാംക്ഷയോട് ഉറ്റുനോക്കുകയായിരുന്നു ലോകം ചെയ്തത്. അപ്പോഴാണ് ശനിയാഴ്ച യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായ വിവരം ഇന്ത്യക്കും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചിരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അതുമാത്രവുമല്ല കേട്ടോ, 25-ാം തീയതിയാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇസ്രായേലിലെത്തിയത്. അതിന് തൊട്ടു മുമ്പ് 22-ാം തീയതി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, നോക്കൂ, ഒരു ഷഡ്ഭുജ ശക്തി രൂപപ്പെട്ടു വന്നിരിക്കുന്നു, ഒരു ഹെക്സാഗൺ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലാണ്. ആ ഹെക്സാഗണിൽ 2 പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളുണ്ട്. ഒരു രാജ്യത്തിന്റെ പേര് നമുക്ക് ഊഹിക്കാവുന്നതുപോലെ അമേരിക്കയാണ്. രണ്ടാമത്തെ രാജ്യത്തിന്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യ എന്നാണെന്ന് കൂടി നെതന്യാഹു പ്രഖ്യാപിക്കുന്നു. ബാക്കി 3 രാജ്യങ്ങൾ ഏതാണ് എന്ന് നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നെതന്യാഹുവിന് യാതൊരു സംശയവുമില്ല, ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്ന ഷഡ്ഭുജ ശക്തിയിലെ വളരെ വിശ്വസ്തനായ ഒരു പാർട്ണറായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ പാർലമെന്റിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു പ്രഖ്യാപിച്ചത്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് വേണ്ട എല്ലാ ടോണും സ്റ്റേജും നെതന്യാഹു 2 ദിവസം മുമ്പ് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. പിന്നീട് എന്താ സംഭവിച്ചത്? എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാൻ 140 കോടി ഇന്ത്യക്കാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഹമാസ് വലിയ അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ആളുകൾക്ക് ഇസ്രായേലിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളോടുമുള്ള ഖേദം ഇന്ത്യ രേഖപ്പെടുത്തുകയാണ്. അവരുടെ കുടുംബത്തോട് ഞങ്ങൾ ഖേദമറിയിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിനോടൊപ്പമാണ് എന്നാണ് നെതന്യാഹു ഇരിക്കെ
ഇസ്രായേലിന്റെ പാർലമെന്റിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. നോക്കൂ, മറുവശത്ത് പാലസ്തീനിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് 16,000 കുട്ടികളടക്കം 70,000 പേരെയാണ് കേട്ടോ. എന്ന് മാത്രവുമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനലാണ് നെതന്യാഹു. യുദ്ധ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന കോടതിയാണ് അന്താരാഷ്ട്ര കോടതി. ആ കോടതി നോട്ടമിട്ടിരിക്കുന്നയാളാണ് നെതന്യാഹു. അങ്ങനെ ഒരാളുമായിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെയും അവസാനിക്കുന്നില്ല. ഒരു കാര്യം കൂടി നരേന്ദ്രമോദി പറഞ്ഞു കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാതൃഭൂമിയാണ്. ഇന്ത്യ ഈസ് അവർ മദർലാൻഡ്. അതേപോലെ തന്നെ ഇസ്രായേൽ ഈസ് ദി ഫാദർലാൻഡ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പിതൃഭൂമിയാണ് എന്നുകൂടി നരേന്ദ്രമോദി പറഞ്ഞു. ഒരു പടി കൂടി കടന്ന് അദ്ദേഹം വ്യക്തിപരമായ ഒരു കാര്യം കൂടി ആ പാർലമെന്റ് സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. അതായത് ഇന്ത്യ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ച ദിവസം പിറന്നു വീണയാളാണ് ഞാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് തീർത്തും വ്യക്തിപരമായ ഒരു സൗഹൃദം കൂടി അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്ത് അടിസ്ഥാനത്തിലാണെന്നേ ഈ പറയുന്ന ഇന്ത്യയുടെ പിതൃഭൂമിയായിട്ട് ഇസ്രായേൽ മാറുന്നത്? ഇന്ത്യ നമ്മുടെ മാതൃഭൂമിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്രായേൽ പിതൃഭൂമിയാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ദേശീയവാദിയും ഇവിടെ തയ്യാറായില്ല കേട്ടോ. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറുമാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഐക്യം പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിശബ്ദത നരേന്ദ്രമോദി പാലിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അടുത്ത ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പല കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സൈനിക സഹകരണ മേഖലയാണ് കേട്ടോ. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേൽ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിലൂടെ നമ്മളെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണത്തിന്റെ പേര് അയൺ ബീം എന്നാണ്. എന്താണ് ഈ അയൺ ബീം എന്ന് പറയുന്നത്? അതൊരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി വെപ്പൺ ആണ്. ഏതാണ്ട് 100 കിലോ വാട്ട് ഭാരമുള്ള ഒരു ലേസർ ബീം പ്ലാറ്റ്ഫോം ആണ് ഈ അയൺ ബീം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റോക്കറ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ വളരെ ദീർഘദൂരത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ ആയിരുന്നു. നമ്മൾ S-400 മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ തകർത്തത്. അത് നമ്മൾ റഷ്യയിൽ നിന്ന് സമ്പാദിച്ചൊരു സിസ്റ്റമാണ്. എന്നാൽ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അടുത്തിടെയാണ് അത് ഓപ്പറേഷനിലായിരിക്കുന്നത്. അങ്ങനെ മികച്ചൊരു സാങ്കേതിക വിദ്യയാണ്, ഒരു മിലിറ്ററി സാങ്കേതിക വിദ്യയാണ്. ഒരർത്ഥത്തിൽ ഒരു വലിയ ആയുധം തന്നെയാണ് ഇന്ത്യക്ക് കൈമാറാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനൊരു മഹാമനസ്കത ഇന്ത്യയോട് കാണിക്കുന്നത്? നമുക്കറിയുന്നത് പോലെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇറാനാണ്. ആ ഇറാനോട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് കേട്ടോ പാകിസ്ഥാൻ. ഇറാന്റെ അതിർത്തി രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഐക്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്. അവരുടെ കയ്യിൽ അണ്വായുധങ്ങളുണ്ട്. അടുത്തിടെ ഒരു മന്ത്രി അവിടെ പ്രസ്താവിച്ചത് ഇന്ത്യക്ക് നേരെ ഞങ്ങൾ ആണവ ബോംബുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നാണല്ലോ. അപ്പോൾ ഒരു അണ്വായുധ ശക്തിയായ പാകിസ്ഥാനും ഇറാനും തമ്മിലൊരു ഐക്യമുണ്ടായാൽ അത് നിശ്ചയമായും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് പാകിസ്ഥാന്റെ ശത്രുവായിട്ടുള്ള ഇന്ത്യയുമായി കൈകൊടുക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാനെ ഇന്ത്യയെ വെച്ച് ഭീഷണിപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്നേ നോക്കൂ. ഇപ്പോൾ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. എന്താണ് തുർക്കിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഈ ലോകത്തെ ഏറ്റവും ആധുനികമായ മിലിറ്ററി വെപ്പൺസ് ഉണ്ടാക്കുന്ന രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അതിന്റെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. ആ പിന്തുണയുടെ ബലത്തിലായിരുന്നു ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് അവരെ തടുത്തു നിർത്തണമെങ്കിൽ ഏറ്റവും ആധുനികമായ മിലിറ്ററി സാങ്കേതിക വിദ്യ നമുക്ക് ലഭ്യമാക്കണം. അങ്ങനെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലുമായി ഇന്ത്യ ഐക്യപ്പെടുന്നത് എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ ആയുധം അമേരിക്കയുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്ക് ഇത് കൈമാറാത്തത്? അവിടെയാണ് രസകരമായ അമേരിക്കയുടെ സ്ട്രാറ്റജി രംഗത്ത് വരുന്നത്. നോക്കൂ, ഇന്ത്യയെക്കാൾ അമേരിക്കക്കാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് ഇഷ്ടം പാകിസ്ഥാനെയാണ്. ഇന്ത്യയെക്കാൾ പാകിസ്ഥാനുമായുള്ള ബന്ധമാണ് അമേരിക്ക വാല്യൂ ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും വളരെ സ്ട്രാറ്റജിക് ആയ ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു സഖ്യമാണ് പാകിസ്ഥാനുമായി അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെയാണ്, ഇന്ത്യയല്ല. എന്ന് മാത്രവുമല്ല, ആ സൗഹൃദം വളരെ പരസ്യമായി തന്നെ സംഭവിച്ചിരിക്കുന്ന ഒന്നാണല്ലോ. നോക്കൂ, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ സംഘർഷം ഇല്ലാതാക്കിയത് യഥാർത്ഥത്തിൽ ട്രംപാണെന്ന് ആദ്യം പറഞ്ഞത് പാകിസ്ഥാന്റെ ഭരണകൂടമായിരുന്നല്ലോ. എന്ന് മാത്രവുമല്ല, ആ യുദ്ധം നിർത്തലാക്കിയ ട്രംപിന് ലോകത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നൽകണമെന്നൊരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൂടാതെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിന് 2 തവണയാണ് കേട്ടോ വൈറ്റ് ഹൗസിൽ ചുവപ്പ് പരവതാനി വിരിച്ച് ട്രംപ് സ്വീകരണം നൽകിയത്. ആ അർത്ഥത്തിലൊക്കെ പാകിസ്ഥാനുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായി സഹകരിക്കാൻ ഒരു വിമുഖത ഈ പറയുന്ന അമേരിക്കയ്ക്കുള്ളത്. അവിടേക്കാണ് അമേരിക്കൻ അംബാസഡർ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എൻട്രി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് സെർഗിയോ ഗോർ എന്നാണ് കേട്ടോ. കഴിഞ്ഞ ജനുവരിയിലാണ് ഡൽഹിയിലെത്തി അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. ആ സെർഗിയോ ഗോർ എന്ന് പറയുന്ന അമേരിക്കൻ അംബാസഡർ ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഇസ്രായേലിലേക്കുള്ള സന്ദർശനം ഓർക്കസ്ട്രേറ്റ് ചെയ്തത്, ആസൂത്രണം ചെയ്തത് എന്നാണ് ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ